ഓൺലൈൻ ആക്കിയത് ആരാണ്? LDF സർക്കാരല്ലേ ഓൺലൈൻ ആക്കിയത്. മന്ത്രിയുടെ അടുത്ത് ആർക്കെങ്കിലും വരേണ്ട ആവശ്യം ഇന്ന് വരുന്നുണ്ടോ? പണ്ട് എങ്ങനെയായിരുന്നു UDF കാലത്ത്? UDF കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് മറുപടി പറയട്ടെ. ഓൺലൈൻ ആക്കുന്നതല്ലേ ഏറ്റവും സുതാര്യമായിട്ടുള്ള രീതി. അപ്പോ ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. എവിടെയാണ് ഇവർക്ക് ഇളവ് കൊടുത്തിട്ടുള്ളത്? ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചത് ഇളവാണോ? അതാണോ ഇളവ് എന്നത്? ഓൺലൈൻ ആക്കിയതാണോ ഇളവ് എന്നത്? അതോ മറ്റേ ആംനസ്റ്റി സ്കീമിൽ ഇവർക്ക് ബാധകമാക്കാത്തതാണോ ഇവർക്ക് കൊടുത്ത ഇളവ്? പറയുമ്പോൾ യുക്തിസഹമായിട്ട് വേണ്ടി പറയേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് UDF അല്ല LDF എന്നവർ മനസ്സിലാക്കണം. ഈ നിയമ നടപടികൾ ശക്തമായിട്ട് സ്വീകരിച്ചതും ലൈസൻസ് റദ്ദാക്കിയതും പിഴ, വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, പിഴ മാത്രമേ UDF കാലത്തുണ്ടായിരുന്നുള്ളൂ. ലൈസൻസ് റദ്ദാക്കാനുള്ള വ്യവസ്ഥ നിയമത്തിൽ കൊണ്ടുവന്നത് LDF ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ അത്തരം ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇനിയും അത്തരത്തിലുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിക്കുക. ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ബാർ മുതലാളി ഏതുദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളത് വ്യക്തമാവട്ടെ, ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടു എന്നതുകൊണ്ട് ഇത് അന്വേഷിക്കാതെ പോവില്ല. അന്വേഷിക്കും. ഈ വാർത്തകളൊക്കെ വിശ്വസിച്ച് ഡ്രൈഡേ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വിശ്വസിച്ച് ആരെങ്കിലും പണം വാങ്ങുന്നുണ്ടെങ്കിൽ അവരും കൊടുക്കും. അത് വിശ്വസിച്ച് പണം കൊടുത്തവരുണ്ടെങ്കിൽ അവരും കൊടുക്കും.